ഹായ്, എൻ്റെ പേര് ഫസീൽ. ഞാൻ ഒരു മാനേജ്മെൻറ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ MBA ടൂറിസം ആയിരുന്നു. ആക്ച്വലി എന്തിനാണ് IBM എന്ന് എന്നോട് ഒരാൾ ബാക്ക് ആൻഡ് മെസ്സേജിൽ നിന്ന് ചോദിച്ചു. നിങ്ങളുടെ ഓൾറെഡി ഇഷ്ടം പോലെ ബിസിനസ് സ്കൂളുകളുണ്ട്, പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ബിസിനസ് സ്കൂളുകൾ തുടങ്ങാൻ താല്പര്യപ്പെടുന്നത് എന്ന് ചോദിച്ചു. അതിന് ഒരൊറ്റ ഉത്തരവുള്ളൂ. IBM എന്നുള്ളത് എൻ്റെയും മിസ്റ്റർ അഡ്വക്കേറ്റ് ജിനോ ജോണിൻ്റെയും ഒരു കൺസെപ്റ്റാണ്. ഞങ്ങൾ ഏതാണ്ട് ഒരേ സ്ഥാപനത്തിൽ ഒരേ കാലഘട്ടത്തിൽ ഒരു ടൂറിസം കമ്പനിയിൽ വർക്ക് ചെയ്തവരാണ്. ഞങ്ങൾക്ക് ഒരേപോലത്തെ അല്ലെങ്കിൽ വിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടായിരുന്നു. അതേപോലെ എങ്കിലും ഞങ്ങൾക്കിടയിൽ ഒരു നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ജിനോ ഏതാണ്ട് 20 വർഷമായി ഒരു ടാക്സ് കൺസൾട്ടൻസി സ്ഥാപനം ഇവിടെ തുടങ്ങുകയാണ്. അദ്ദേഹത്തിന് ഇതേപോലെ തന്നെ മാനേജ്മെൻറ്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ മാനേജ്മെൻറ്റിലായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം LLB എടുക്കുകയും ചെയ്തു. ഡുവൽ ഡിഗ്രി ഹോൾഡർ. അദ്ദേഹത്തിന് LLB ഉണ്ട്, MBA ഉണ്ട്. അപ്പം ഞങ്ങളുടെ കൺസെപ്റ്റ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായി. ഞങ്ങളൊരു യാത്രയിൽ ഞാൻ അവനോട് പറഞ്ഞു, നമുക്ക് ഇന്ന് അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പോൾ അവന് പറഞ്ഞു, കറക്റ്റാണ്, നമ്മളുടെ ജീവിതത്തിൽ പഠിച്ച, അതായത് സ്കൂളുകളിൽ പഠിച്ച പല കാര്യങ്ങളും ജീവിതത്തിൽ ഉപകാരപ്പെട്ടിട്ടില്ല. ജീവിതത്തിൽ ഉപകാരപ്പെടേണ്ട പല സംഗതികൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുമില്ല. അത് നമ്മളുടെ സിസ്റ്റത്തിൻ്റെ മിസ്റ്റേക്കാണ്, അത് ആരുടെയും മിസ്റ്റേക്കല്ല. നമ്മളുടെ സ്കൂളുകൾ മെയിനായി ഫോക്കസ് ചെയ്യുന്നത് ഒരു തൊഴിലിടങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിലേക്ക്, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോബിലേക്ക്, ആശുപത്രിയിലേക്ക്, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലേക്കുള്ള ഒരു എഞ്ചിനീയർ, ഡോക്ടർ, ഗവൺമെൻറ് ജോബ് എന്നിവ പഠിപ്പിക്കാനാണ്. അതിനർത്ഥം ഇപ്പോൾ ആർട്സ് സബ്ജക്റ്റ് പഠിക്കുന്നൊരു മോശമാണെന്നല്ല. ഞാനും ഡിഗ്രിക്ക് ആർട്സ് സബ്ജക്റ്റിനെ പഠിച്ചു. ഞാൻ ഡിഗ്രിക്ക് ഹിസ്റ്ററി സബ്ജക്റ്റിനെയാണ് പഠിച്ചത്. എന്തിനാണ് ഞാൻ ഹിസ്റ്ററി സബ്ജക്റ്റ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ആ സമയത്ത് എനിക്കൊരു ഉത്തരവ് ഉണ്ടായിരുന്നു. എനിക്ക് മാസ്റ്റേഴ്സ് MBA ചെയ്യണം. മാസ്റ്റേഴ്സ് MBA ചെയ്യാൻ 50% മാർക്ക് വേണം. 50% മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ സബ്ജക്റ്റ് എന്ന് ഞാൻ കരുതിയിരുന്നത് അന്ന് ഹിസ്റ്ററി ആയിരുന്നു. എനിക്ക് എക്കണോമിക്സ് അവൈലബിൾ ആയിരുന്നിട്ട് കൂടി ഞാൻ ഹിസ്റ്ററിയാണ് ചൂസ് ചെയ്തത്. ഞാൻ എന്നിട്ട് ഡെഫിനറ്റ്ലി ഐ സ്കോർ മോർ ദാൻ 65% ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ വിഷയം അവിടെ നിൽക്കുന്നില്ല. ഞാൻ ഒരു ഹിസ്റ്ററി സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ പറയണം. ഇപ്പോൾ ഒരു ഡിഗ്രിക്ക് ഒരു ഹിസ്റ്ററി സ്റ്റുഡൻ്റ് ആയിക്കഴിഞ്ഞാൽ അവൻ്റെ ഏക ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് ജോബ് മാത്രമാണ് അവൻ്റെ മുമ്പിലുള്ള ഏക ഓപ്ഷൻ. അതൊരു പ്രൊഫഷണൽ ഡിഗ്രി അല്ല. ഹിസ്റ്ററി സ്റ്റുഡൻറ്റ് with a political background, if he is going to be a politician, that's a good option. But a history student, no political background, no government job, അവൻ ലൈഫിനെ വളരെ നോക്കിക്കാണാൻ പോകുന്നത് വളരെ അത്ഭുതത്തോടുകൂടിയും ലൈഫിൻ്റെ റിയൽ ലൈഫ് പ്രശ്നങ്ങളെ അവർക്ക് നോക്കിക്കാണാൻ കഴിയില്ല. അതായത് ഞങ്ങൾ രണ്ടുപേരും ജോയിൻ ചെയ്തിട്ട് ഞങ്ങളൊരു തീരുമാനത്തിലെത്തിയത്, ആ യാത്രയിൽ ഒരു തീരുമാനത്തിലെത്തിയതെന്നാണെങ്കിൽ, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ദ റിയൽ ലൈഫ് ടാലൻസ്, ഉദാഹരണത്തിന് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടാൻ, ഫിനാൻഷ്യൽ നോളജ് നേടാൻ ഒരിക്കലും എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ബ്രിട്ടീഷുകാരാണ് നമ്മുടെ നാട്ടിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നത്. ബ്രിട്ടീഷുകാർക്ക് നമ്മൾ കുറേ ക്ലർക്കുമാർ വേണമായിരുന്നു. അവരുടെ ഫാക്ടറികളിൽ വർക്ക് ചെയ്യാൻ, അവരുടെ ഗവൺമെൻറ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാൻ ഒരുപാട് ക്ലർക്കുമാരെ അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് പോയിന്റുകൾ ഞാൻ എഴുതിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ മോശം വശം എന്താണ്, എന്തുകൊണ്ട് IBM. ഉദാഹരണത്തിന് എൻ്റെ സൈഡ് പറയാം. എൻ്റെ സൈഡാണെന്നുണ്ടെങ്കിൽ ഞാൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞു, ടൂറിസത്തിൽ എക്സ്പീരിയൻസ്ഡ് ആയി. അതിനുശേഷം ഞാനൊരു ടൂറിസം കമ്പനി തുടങ്ങി. പ്രോപ്പർ ലീഗൽ നോളജ് ഇല്ലാത്തതുകൊണ്ട്, പ്രോപ്പർ സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് ബിസിനസ് വന്നു തുടങ്ങി. പക്ഷേ അത് ഞങ്ങൾ പാർട്ട്ണർമാരിൽ ഇഷ്യൂ ആയിട്ട് അത് മൂടി, കാരണം പ്രോപ്പർ ലൈസൻസിങ് ഉണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത് ഞാൻ ദുബായിൽ പോയി. അവിടെ ഞാനൊരു ഹോട്ടലിലോ റിസർവേഷനിൽ വർക്ക് ചെയ്തു ഒരു ഓൾമോസ്റ്റ് 3 years. അപ്പോഴാണ് ഞാൻ ടെലി സെയിൽസ് എന്താണെന്ന് പഠിക്കുന്നത്. അവിടെ നിന്ന് ഞാൻ തിരിച്ച് ഒരു ഡയമണ്ട് ജ്വല്ലറിയിൽ കയറി. അപ്പോഴാണ് സെയിൽസ് എന്താണെന്ന് പഠിക്കുന്നത്. അതുവരെ നമ്മൾക്കൊരു സെയിൽസ് എന്താണെന്ന് നമ്മൾക്കൊരു സ്കൂളിലോ കാര്യങ്ങളിലൊന്നും പഠിക്കുന്നില്ല. കാരണം സെയിൽസ്മാൻ എന്നുള്ളതൊരു മോശം ജോബാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ സൊസൈറ്റിക്ക് പൊതുവേ ഉണ്ട്.
ഒരാൾ ഒരു സാധനം സെയിൽസ്മായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നാൽ, അല്ലെങ്കിൽ ഒരു കടയിൽ നിൽക്കുന്ന ഒരു സെയിൽസ്മാൻ, അല്ലെങ്കിൽ ഒരു ലാർജ് കമ്പനിയിലെ ഒരു FMCG കമ്പനിയിൽ നിങ്ങളുടെ കടയിലേക്ക് വരുന്ന ഒരു സെയിൽസ്മാൻ, അതൊരു മോശം തൊഴിലാണെന്നുള്ള ഒരു പ്രവണത അറിഞ്ഞോ അറിയാതെയോ നമ്മൾക്കിടയിൽ കടന്നുകൂടി. ഒരു 3 വർഷത്തിന് ശേഷം ഒരിക്കൽ എന്നോട് എൻ്റെ ഭാര്യനെ ചോദിച്ചു, നമുക്ക് എന്തുകൊണ്ട് ഒരു സ്വന്തം ബിസിനസ് തുടങ്ങിക്കൂടാ? നിങ്ങൾക്ക് സ്വയം സെയിൽസ്മാൻ സ്കില്ലുണ്ട്, ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്ന മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്ന ഒരു സെയിൽസ്മാനായിട്ട് ഞാൻ മാറിയപ്പോൾ തന്നെ അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് എടുത്തു. എനിക്ക് അത്യാവശ്യം ഈ ടൂറിസം ഫീൽഡിൽ ഞാൻ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ആ സമയത്ത് ടൂറിസം വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പഠിച്ചത് ഞാനൊരു കാർഗോ കമ്പനിക്ക് വേണ്ടി വെബ്സൈറ്റ് ഉണ്ടാക്കി, സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ ചെയ്തു. വിത്തിൻ 3 months ദുബായിലെ ഏറ്റവും നമ്പർ 1 റാങ്കിങ് സെർച്ച് എഞ്ചിൻ റാങ്കിങ് കമ്പനിയായിട്ട് എൻ്റെത് മാറി. അത് എനിക്ക് അവിടെ ഉപകാരപ്പെട്ടു. പക്ഷെ നമ്മൾ അതല്ല പറയുന്നത്, എൻ്റെ പേഴ്സണൽ സൈഡോ ജിനോയുടെ പേഴ്സണൽ സൈഡോ എന്നല്ല പറയുന്നത്. ഞങ്ങൾക്ക് റിയൽ ലൈഫിൽ ഉപകാരപ്പെട്ട പല സംഗതികളും ഞങ്ങൾ സ്വന്തമായി പഠിച്ചെടുത്താണ്. ഞങ്ങൾക്ക് ആരും പഠിപ്പിച്ചു തരാനുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അടുത്ത തലമുറയ്ക്ക് ബാധിക്കരുത്. ഞങ്ങൾക്ക് ഇംഗ്ലീഷിൽ പഠിപ്പിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കാരണം ഇംഗ്ലീഷാണ് കുറച്ചും കൂടി ഈസി. കാരണം ഇങ്ങനത്തുള്ള ടെക്സ്റ്റ് ബുക്കുകളും ആർട്ടിക്കിൾസും നമ്മൾ വായിക്കുന്നത് അധികം ഇംഗ്ലീഷിലാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ സ്കൂളുകളിൽ ലാംഗ്വേജുകൾ പഠിപ്പിക്കുന്നുണ്ട്, ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഹിന്ദി സംസാരിക്കാൻ അറിയുന്നവർ എത്ര പേരുണ്ട്? അധികവും ഹിന്ദി സംസാരിക്കാൻ പുറത്ത് നമ്മൾ ദുബായിലും കാര്യങ്ങളൊക്കെ വിദേശങ്ങളിൽ പോയി പഠിക്കുമ്പോഴാണ് ഹിന്ദി പറയാനും കാര്യങ്ങളൊക്കെ ഇതാവുന്നത്. നമ്മുടെ മലയാളികൾക്ക് ലാംഗ്വേജുകളുടെ എക്സ്പെർട്ടൈസേഷൻ ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ബിസിനസ് മാനേജ്മെന്റ് മലയാളത്തിൽ പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ, അത് കഴിയുന്നതും ഏറ്റവും ചെലവ് ചുരുക്കിയതായിരിക്കും. ഞാൻ എൻ്റെ പഴയ സബ്ജക്റ്റിലേക്ക് തന്നെ വരാം. എവിടെയാണ് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ലാക്ക് ചെയ്യുന്നത്? എവിടെയാണ് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നഷ്ടപ്പെടുന്നത്? നമ്മളെല്ലാവരും സ്കൂളിൽ പോകുമ്പോൾ തന്നെ പഠിപ്പിച്ചു തരും. നന്നായി പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടും. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം ജോലിയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക, ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആവുക. അപ്പോൾ ബാക്കി ഈ കാണുന്ന ആളുകളൊക്കെ ഒന്ന് ജീവിക്കണ്ടേ? റിയൽ ലൈഫ് സ്കില്ലുകൾ പഠിപ്പിക്കുന്നില്ല. ഉദാഹരണത്തിന് ഒരാൾ ഇലക്ട്രീഷ്യനോ പ്ലംബറോ ഒക്കെ ആവണമെങ്കിൽ 10ാം ക്ലാസ്സിൽ ഏറ്റവും കുറവ് മാർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ പോകണം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബേസിക് സ്കില്ലാണ്. ഒരു ഡ്രിൽ എങ്ങനെ പിടിക്കണം, ഒരു ലൈറ്റ് എങ്ങനെ ഫിറ്റ് ചെയ്യണം, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള കൺട്രികളിൽ ബേസിക് സ്കില്ലായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന് വേണ്ടി പഠിപ്പിക്കുന്നില്ല. നമ്മളുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന് എംപ്ലോയീസിനെ മതി, എംപ്ലോയേഴ്സിൻ്റെ ആവശ്യമില്ല. പണിക്കാരന് മതി, പണക്കാരൻ്റെ ആവശ്യമില്ല. ഇവിടെ ഒരു എംപ്ലോയർ ഇല്ലാതെ എങ്ങനെ നിങ്ങൾക്കിവിടെ പണിയുണ്ടാവും? ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ജോലി കൊടുക്കുകയാണെന്ന് പറഞ്ഞെങ്കിൽ എല്ലാവർക്കും ഗവൺമെൻറ്റിന് ജോലി കൊടുക്കാൻ കഴിയില്ല. ഇത് യാഥാർത്ഥ്യമാണ്. എല്ലാവർക്കും നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും വലിയ സീൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾ ഇവിടെ നിന്നൊക്കെ പറന്നു പോകും. കാരണം എന്താ പറഞ്ഞാൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി ഇവിടെ കിട്ടാനില്ല, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പോകണം. അപ്പോൾ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിയൽ ലൈഫ് പ്രശ്നങ്ങൾ അതിനെ അഭിമുഖീകരിക്കുന്നില്ല. ഒന്നാമത്, മാർക്കിലാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവൻ്റെ മാർക്ക് എത്ര, രാജുവിൻ്റെ മാർക്ക് എത്ര, രാധൻ്റെ മാർക്ക് എത്ര കുടുംബങ്ങളിൽ ചോദിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് വെറുതെ പ്രഷർ ഉണ്ടാവണം. ഓർമ്മ മാത്രമേ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ, സ്കില്ല് ടെസ്റ്റ് ചെയ്യുന്നില്ല. എല്ലാ കുട്ടികളും യുണീക്കാണെന്ന് ടെസ്റ്റ് ചെയ്യുന്നില്ല. ചില കുട്ടികൾക്ക് ചെറുപ്പത്തിലെ സെല്ലി സ്കില്ല് ഉണ്ടാകുമായിരിക്കും, ബിസിനസ് സ്കില്ല് ഉണ്ടാകുമായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള സ്കില്ലുകൾ ഉണ്ടാകുമായിരിക്കും. അതിനെ പരിപോഷിപ്പിക്കാനുള്ള യാതൊന്നും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ലാക്കിംഗ് എന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതേപോലുള്ള ബിസിനസ് വീഡിയോ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അത് മലയാളത്തിൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക.